ഹലോ, അങ്ങനെ നമ്മുടെ മുത്തപ്പൻ്റെ അമ്പലത്തിലേക്ക് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയത് നമ്മുടെ ആവണിക്കുട്ടി നമ്മുടെ കയ്യിൽ നിൽക്കുക ചാടിത്തുള്ളി പോയിട്ടുണ്ട് കേട്ടോ. തമ്പായിനെ തൊഴുത്തിട്ട് വരാമെന്നൊക്കെ പറഞ്ഞാൽ നേരെ അങ്ങോട്ട് തന്നെ ആട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് നല്ല കാര്യമായിട്ട് തമ്പായിനെ തൊഴുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് 2 തുള്ളലൊക്കെ കഴിഞ്ഞിട്ടാട്ടതാ അടുത്ത തമ്പായി എടുത്തു. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് വേറെ ഒന്നും അല്ല കേട്ടതാ. ഇതുപോലുള്ള കൊട്ടും മേളങ്ങളൊക്കെ നമ്മുടെ ആവണിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ ആയാലും അമ്പലമൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നന്നായിട്ട് അലങ്കരിച്ചിട്ട് അതുപോലെ തന്നെ പന്തലൊക്കെ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ അവിടെ നിന്ന് നമ്മുടെ വിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് കുടമൊക്കെ എടുത്തിട്ട് വന്നത് ചേച്ചിമാരല്ലോ. അപ്പോൾ അവരിതാ കയ്യിൽ ആര്യവേപ്പിൻ്റെ ഇലയും അതേപോലെ തന്നെ തലയിൽ അവിടെ നിർത്തിയിട്ടുള്ള ഒരു കുട ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു കുടങ്ങളൊക്കെ വെച്ചിട്ട് അവിടെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ മലയാളികൾക്ക് എപ്പോഴും ഈ ഒരു ചെണ്ടകൊട്ടലും അതേപോലെ തന്നെ ആന ഇതൊക്കെ നമുക്കൊരു വല്ലാത്തൊരു വികാരം തന്നെയല്ല. അപ്പോൾ ഈ ഒരു ചെണ്ടകൊട്ടം ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ ഒരു വല്ലാത്തൊരു ഫീൽ തന്നെ. ഇപ്പോൾ ടൈം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ അമ്പലത്തിലേക്ക് ഒരു 6 മണിയാകുമ്പോഴത്തേനും കയറാൻ പാകത്തിനാണ് നമ്മുടെ വിഷ്ണു അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല കറക്റ്റ് ടൈമിന് നമ്മളവിടെ എത്തിയിട്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് 2 വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 2 വീഡിയോസ് കാണാത്ത കൂട്ടരാണെന്നുണ്ടെങ്കിൽ ഇതെന്താ സംഭവം എന്ന് മനസ്സിലാവാത്ത കൂട്ടരുണ്ടാവും. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോസിൻ്റെ ബാലൻസ് ആണ് ഈ ഒരു പോർഷൻ ആയാലും. കാരണം നമുക്ക് ഒറ്റ വീഡിയോയിൽ എല്ലാം പാടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം പാടെ അത്രയും ലാഗായി പോകും. അതുകൊണ്ടാണ് ഞാനിത് 3 പാർട്ടായിട്ട് ഇട്ടത്. അതേപോലെ തന്നെ ഇതുപോലത്തെ പരിപാടികളൊക്കെ നിങ്ങളുടെ നാട്ടിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്തായാലും അമ്പലത്തിൽ വെച്ചിട്ട് കുറേ നേരം കൂട്ടുകാരൊക്കെ കൊട്ടുന്നുണ്ട്. അതേപോലെ നമ്മുടെ കുട എടുത്ത ചേച്ചിമാർ അവിടെ ദേവിയുടെ അടുത്ത് ഇതാക്കുന്നത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. കുറേ നേരം കൊണ്ട് തുള്ളൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ ദാഹം ഉണ്ട് കേട്ടോ. ആൾക്ക് നമ്മൾ വെള്ളം കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ തന്നെ ഇരിക്കാൻ എന്താ നോക്കി നമ്മുടെ കവുങ്ങളുണ്ടല്ലോ. അപ്പോൾ അവർ കവുങ്ങ് പൊളിച്ചിട്ട് അതിൻ്റെ ഒരു അലകുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വെച്ച് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഞങ്ങളത് അതിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആൾ കുടിച്ച് കഴിഞ്ഞപ്പോൾ നേരത്തെ അച്ഛന് വെള്ളം വേണം എന്നിട്ട് അച്ഛന് ഒഴിച്ചു കൊടുക്കും. അമ്പലത്തിൽ തന്നെ അന്നദാനം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും അന്നദാനം എല്ലാം കഴിച്ചതാണ്. നമുക്കിന്ന് ഗാനമേള കേട്ടോ. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ദിവസം കൂടി ആളുകൊണ്ട് തന്നെ നമ്മുടെ സന്തോഷ് അട്ടപ്പാടിയാൻ ടീമാട്ടോ നമ്മുടെ ഈ ഒരു ഗാനമേള നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഗാനമേള തകർത്തോടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നോക്കിയാൽ ഗാനമേളയുള്ള ഒരു പാട്ടെല്ലാം ചെയ്ത് അതിൻ്റെ ഒപ്പം നമ്മുടെ ആവണിക്കുട്ടി താളം പിടിക്കുന്നതിന് പിന്നെ ഒറ്റയ്ക്കല്ല കേട്ടോ. ആൾക്ക് കൂടെ ഒരുപാട് ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഒത്തിരി പേര് ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോഴായാലും നമുക്ക് ഒത്തിരി നമ്മുടെ കുട്ടി സബ്സ്ക്രൈബേഴ്സിനൊക്കെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഗാനമേള നടക്കുന്നത് നമ്മുടെ ഫ്രണ്ടിൽ സ്റ്റേജിലാണെങ്കിലും അതിൻ്റെ ഒരു എഫക്റ്റ് ഇതുപോലെ നമ്മുടെ അമ്പലത്തിൻ്റെ ഒരു ബാക്ക് വശം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഭാഗത്തായിട്ടാട്ടോ കൂടുതലും കുട്ടികൾ തകർത്തിൻ്റെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോരുത്തരും ഓരോ പാട്ടിനനുസരിച്ച് പുതിയ പുതിയ സ്റ്റെപ്പൊക്കെ ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ആവണിക്കുട്ടി ആണെങ്കിൽ പോലും ഇവിടെ വന്നപ്പോൾ തൊട്ട് ഓട്ടത്തോടോട്ടോ. പിന്നെ ഗാനമേള തുടങ്ങിയപ്പോൾ പിന്നെ ഒരു രക്ഷയില്ലാന്ന് തന്നെ പറയട്ടോ. ഫുള്ള് ചാടി പറഞ്ഞുള്ളതാ ഇതുപോലത്തെ കളികൾ തന്നെയാണ്. പുതിയ പുതിയ വെറൈറ്റി സ്റ്റെപ്പുകളൊക്കെ ആട്ടോ ആളിടുന്നത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാട്ടോ. കാരണം ആളിങ്ങനെ ഒരു ചെറിയൊരു പ്രായത്തിൽ ഇതുപോലെ കളിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു വല്ലാത്തൊരു സന്തോഷമാട്ടോ ആളുടെ ഈ ഒരു കളികളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഈ ഒരു മുത്തപ്പ ക്ഷേത്രത്തിൽ ഇത് 25ാമത്തെ ഒരു വാർഷിക മഹോത്സവം കൂടിയാണ്. അതുപോലെ തന്നെ ഇന്ന് ഗാനമേള ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് ഗാനമേള എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇന്ന് തന്നെയാട്ടോ നമ്മുടെ നറുക്കെടുപ്പും വരുന്നത്. ഇത് നമ്മുടെ വീഡിയോസൊക്കെ വരുമ്പോൾ ആവണിക്കുട്ടിയുടെ രംഗങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരാളാട്ടതാ. നോക്കി നമ്മുടെ ആവണിക്കുട്ടിയുടെ ഫാനാണ്. അപ്പോൾ ആവണിക്കുട്ടീനെ കയ്യിൽ കിട്ടിയതും ആവണിക്കുട്ടിയുടെ കൂടെ കുറേ നേരം കൊണ്ട് കളി തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു നറുക്കെടുപ്പിൽ ഫസ്റ്റ് വിന്നറെ കാത്തിരിക്കുന്നത് അലമാരയാണ്. അതേപോലെ തന്നെ സെക്കൻഡ് പ്രൈസ് ആയിട്ട് വരുന്നത് ടീപ്പോയ് ആട്ടോ. അങ്ങനെ 28 സമ്മാനങ്ങളാട്ടോ മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഗാനമേളയുടെ സോങ് സെലക്ഷൻ ആണെങ്കിൽ പോലും നമുക്ക് പറയാതിരിക്കാൻ വയ്യ കേട്ടോ.
നമുക്കിതെല്ലാം പാടെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ ഗാനമേളനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി തകർപ്പൻ ഗാനമേള തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് ഇതാ കുട്ടികളിൽ എല്ലാവരിലും ഒരേപോലെ പ്രകടമാണ് കേട്ടോ. കുറേ നേരം കൊണ്ട് ഈ കളി തന്നെ കേട്ടോ. ഞാൻ പിടിക്കാൻ പോയപ്പോൾ തന്നെ എനിക്ക് പിടി തരാതെ ഓടുന്ന ഓട്ടാട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭാഗത്തുള്ള ഞാൻ കട്ട് ചെയ്തിട്ടാട്ടോ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് തന്നെ. കാരണം വേറൊന്നുമല്ല, നമുക്കിത് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് ചില പാട്ടുകൾക്കൊക്കെ പെട്ടെന്നാട്ടോ കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ ആണ് നമ്മൾ പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സൈഡിൽ അടിപൊളി തകർപ്പൻ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ എങ്ങനെയാലും ഇങ്ങനെ കുട്ടികളെ പിടിതരിക. അപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു ദൗത്യം എന്താ ഇവിടെ അവസാനിപ്പിച്ചിരിക്കുക കേട്ടോ. അവളെന്തായാലും അവിടെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതുപോലത്തെ പരിപാടികളൊക്കെ നമ്മൾ കാണാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മളെക്കാൾ കൂടുതൽ എൻജോയ് ചെയ്യുന്നത് അതേപോലത്തെ നമ്മുടെ കുഞ്ഞു മക്കളായിരിക്കും. പിന്നെ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേനും ടൈം പോകുന്ന വഴി അറിയുന്നില്ലായിരുന്നു കേട്ടോ. കാരണം സമയം 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ഗാനമേള കഴിയേണ്ട ഒരു ടൈം ആയി തുടങ്ങിയിട്ടുണ്ട്. വന്നപ്പോൾ തുടങ്ങിയ റെസ്റ്റ് ഇല്ലാതെ ഈ ഒരു കളി തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പിടിച്ചിട്ട് എന്തായാലും ആൾ വരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ഏട്ടനെ പിടിച്ചിട്ടുണ്ട്. എന്തായാലും ഏട്ടൻ പോയിട്ട് കൈയോടെ പൊക്കിയിട്ടുണ്ട് കേട്ടോ. കൂടെ വരാൻ വേണ്ടിയിട്ട് വലിയ താല്പര്യമൊന്നുമില്ലെന്ന മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ. അതുകൊണ്ട് തന്നെ കുറേ നേരം ഒന്നും ഇരിക്കാൻ ആളെ കൊണ്ട് പറ്റില്ല കേട്ടോ. പിന്നെ വളരെ കുറച്ച് നേരം നമ്മുടെ കയ്യിൽ ശേഷം വീണ്ടും ആളുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ അടുത്തേക്ക് പോയിരിക്കുവാണേ. ലാസ്റ്റ് ആയപ്പോഴത്തേനും കുറച്ച് പേരൊക്കെ പോയി തുടങ്ങിയിട്ട്. അപ്പോൾ പിന്നെ നമ്മുടെ ആവണിക്കുട്ടി നേരെ ചാടിക്കരുത് എൻ്റെ മടിയിൽ വന്നിരുന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു വീഡിയോ എടുക്കാമെന്നൊക്കെ പറയുമ്പോൾ നേരെ പോസ് ചെയ്തിട്ട് ചിരിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. ക്യാമറയിലേക്കൊക്കെ നോക്കി മടിയിൽ വന്ന് ഇരുന്നിട്ടാണെങ്കിൽ നോക്കി. ഇതൊക്കെയാണ് ഞങ്ങളുടെ പരിപാടി. അപ്പം പിന്നെ നമ്മുടെ ഗാനമേള കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ നറുക്കെടുപ്പാണ്. നറുക്കെടുപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ലേലം വിളി. അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഒരു ഉത്സവം ഇവിടെ സമാപിക്കുക കേട്ടോ. അങ്ങനെ എന്താണ് നമ്മുടെ ഗാനമേളയ്ക്ക് ശേഷം ഇവിടെ നമ്മുടെ നറുക്കെടുപ്പ് തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ തന്നെയാണ് കേട്ടോ നറുക്കെടുപ്പിന് വേണ്ടിയിട്ട് ഓരോന്നും സെലക്ട്. നമ്മുടെ സുരേഷ് ഏട്ടൻ കാര്യമായിട്ട് എന്തായാലും കുടമൊക്കെ കുട്ടികളുടെ ഏൽപ്പിച്ചിട്ട് ഓരോന്നായിട്ട് എടുപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ആവണിക്കുട്ടിയും പോയി എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആവണിക്കുട്ടി എടുത്തതിൽ കാവ്യ എന്നുള്ള പേരായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്താ നറുക്കെടുപ്പ് ലേലവിളി എല്ലാം കഴിഞ്ഞാൽ വീട്ടിലേക്ക് വേണം. അപ്പോൾ നല്ല വീട്ടിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് പൂരത്തിന് വന്നാൽ ഇത് നമുക്ക് പതിവാട്ടോ. നമ്മൾ കുറച്ച് അലുവ പൊരി സംഭവങ്ങളെല്ലാം വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോകണേ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എന്നാലും നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ലേ. ഇപ്പോൾ എന്തായാലും നമുക്കിനി പുതിയ വിശേഷങ്ങളായിട്ട് അടുത്തൊരു വീഡിയോ കാണുന്നത് ബൈ. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഹാപ്പി ആയിട്ടിരിക്കൂ.